ഒരവസരം വരുമ്പോൾ അത് ചാടിപ്പിടിച്ച് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുകയാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രേണുസുതി നല്ലൊരു ബുദ്ധിമതിയായ ബിസിനസ്സുകാരിയാണെന്ന് തന്നെ പറയാനാകും. എവിടെ എന്തുപയോഗിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു വിഷയം വരുമ്പോൾ ആദ്യം കുറച്ച് വിവരക്കേട് പറയും. അതോടുകൂടി ജനങ്ങൾ ഇടപെടും, സംഭവം കയ്യിൽ നിന്നും പോകും. നന്നായി കലങ്ങി മറിഞ്ഞു എന്നാവുമ്പോൾ പിന്നെ ഇമോഷണൽ ഡ്രാമ കളിക്കും. അപ്പം പിന്നെ ആദ്യം തള്ളി പറഞ്ഞവർ തന്നെ ചേർത്ത് പിടിക്കും. എന്തൊക്കെ പറഞ്ഞാലും ദീർഘവീക്ഷണം തന്നെയാണ് രേണുവിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയാതെ വയ്യ. സുധി മരിച്ചപ്പോൾ അതിലെ ബിസിനസ് തന്ത്രങ്ങൾ അറിഞ്ഞ് കളിച്ചു. ഇപ്പോഴിതാ ആദ്യകാലം മുതൽ തന്നെ ബിഗ് ബോസിൽ പോകണമെന്നതായിരുന്നു ആഗ്രഹമെന്നാണ് രേണു പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സുധിയുടെ മരണം മുതൽ അവർ സ്വയം കോമാളി വേഷം കെട്ടിയാടിയതെല്ലാം ബിഗ് ബോസ് മാത്രം ലക്ഷ്യമിട്ടാണെന്ന് നിസ്സംശയം പറയാനാകും. അതാണ് ഞാൻ പറഞ്ഞ രേണുവിൻ്റെ ബിസിനസ് ബുദ്ധി. കാശും പത്രാസും കൂടിയപ്പോൾ ഇപ്പോൾ കിട്ടിയ വീടിൻ്റെ ഭംഗിയില്ലായ്മ രേണുവിനൊരു പ്രശ്നമായി തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടി ബെറ്ററായ വീട് നോക്കണമെന്നായി. ചുമ്മാ അങ്ങ് വീട് മാറിയാൽ എല്ലാവരും പറയില്ലേ രേണുവിന് തിന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണെന്ന്. അപ്പോൾ പിന്നെ ആ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് ആകെ അങ്ങ് നാണം കെടലായി. അങ്ങനെ എല്ലാവരും അറിഞ്ഞു എന്നായപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വല്ല വാടക വീട് നോക്കുന്നതാണ് എന്ന് ആരാധകരെ കൊണ്ടുകൂടി പറയിപ്പിച്ചു. അങ്ങനെ ഒടുക്കം വാടക വീട്ടിലായിട്ടുണ്ട് പൊറുതി. ഇപ്പോൾ കുറ്റം വ്ളോഗർമാരുടേത് മാത്രമാണ്. അവർ വന്ന് കുത്തി ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണത്രേ. അവരാണത്രേ എല്ലാറ്റിനും കാരണം. നമ്മളൊക്കെ ആരെങ്കിലും വെറുതെ ഒരു കാര്യം തന്നാൽ അതിനെത്ര കുറ്റമുണ്ടെങ്കിലും ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞ് അവരെ കൂടി നാണം കെടുത്താൻ നോക്കില്ല. പക്ഷേ രേണുസുതി അതും ചെയ്യും. ഇനി രേണു എങ്ങാനും ബിഗ് ബോസിൽ വന്നാൽ അതോടുകൂടി രേണുവിൻ്റെ ഭാവി തന്നെ തെളിയുമെന്ന കാര്യം ഉറപ്പാണ്. അത്യാവശ്യം മോശപ്പെട്ട എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അവഗണിക്കുന്ന ആളായതിനാൽ തന്നെ രേണുവിന് രേണു ബിഗ് ബോസിന് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാവുന്ന കാര്യം തീർച്ചയാണ്. ബിഗ് ബോസ് പൊതുവെ കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ പോകുന്നത് മിക്കവാറും രേണു തന്നെയായിരിക്കും. രേണു സ്ക്രീനിലുണ്ടെങ്കിൽ വ്യൂവേഴ്സ് കൂടും എന്നുറപ്പുള്ളതിനാൽ രേണുവിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റോറിയോ എക്സ്പ്രഷനോ മതിയാവും അടുത്ത എപ്പിസോഡ് കൂടി കാണാൻ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ. പിന്നെ ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനും അനാവശ്യമായി വിവാദങ്ങൾ ചെന്നുപെടാനും ഇപ്പോൾ ബിഗ് ബോസിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ രേണുവിനേക്കാൾ മികച്ചതായി മറ്റാരെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പൊതുവെ അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ അസ്കിത കുറച്ച് കൂടുതലുള്ള ആളായതിനാൽ തന്നെ പ്രശ്നങ്ങൾ വണ്ടി വിളിച്ച് രേണുവിൻ്റെ അടുത്ത് വരുമെന്ന കാര്യം തീർച്ചയാണ്. പിന്നെ ജാസ്മിനെ പോലെയോ മറ്റോ ചെറിയൊരു ക്രഷ് രേണുവിന് ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ രേണുവിന് ഹേറ്റേഴ്സും കൂടും. ഇത് പതുക്കെ പ്രോഗ്രാമിൻ്റെ TRP റേറ്റ് കൂട്ടുമെന്ന കാര്യം തീർച്ചയാണ്. എന്തായാലും ഈ നിലയിൽ പോവുകയാണെങ്കിൽ ബിഗ് ബോസിലെ ഇത്തവണയിലെ ഫൈനൽ സ്റ്റേജിൽ എത്താൻ പോകുന്നത് രേണു തന്നെ ആയിരിക്കും. രേണു ബിഗ് ബോസിൽ വരുന്നത് വഴി ഒന്നുകിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടും, അല്ലെങ്കിൽ ഹേറ്റേഴ്സ് കൂടും. ഇനി ഇത് രണ്ടായാലും രേണു ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ.